ബാ നമുക്കിന്നൊരു ഫെസ്റ്റ് കാണാൻ പോയാലോ. അപ്പോൾ വൈകുന്നേരം ഒരു 5:30-6 മണിയൊക്കെ ആയപ്പോൾ ഞാനും എൻ്റെ അനിയനും അമ്മയും കൂടെ ഫെസ്റ്റ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഈ ബുക്ക് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. ആ ബുക്കൊക്കെ കണ്ട ഭയങ്കര വായനക്കാരിയായിട്ടൊക്കെ തോന്നുമെങ്കിലും അത് ഞാൻ ആദ്യമായിട്ട് വാങ്ങുന്ന ബുക്കാണ്. അമ്മ ഇങ്ങനെ ഓരോരോ സാധനങ്ങളൊക്കെ എടുത്ത് അവരോട് വിലയൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ അവിടെ തന്നെ വെച്ചിട്ടും വരും. പക്ഷേ നമ്മളൊരു സാധനം നോക്കാൻ വേണ്ടി അവിടെ ഇവിടെയെങ്കിലും വല്ല നിന്നാലോ വില ചോദിക്കാം, അമ്മ പാറി പറന്നങ്ങ് ഫ്രണ്ട് വല്ലതും പോയിട്ടുണ്ടായിരിക്കും. നമ്മളൊരു സാധനം നോക്കാൻ നിൽക്കുന്നു, അമ്മ പോകുന്നു. അടുത്ത് നോക്കുന്നു, അമ്മ പോകുന്നു. അടുത്ത് നോക്കുന്നു, അമ്മ പോകുന്നു. പിന്നെ അടുത്ത് നോക്കുന്നു, വീണ്ടും പോകുന്നു. പിന്നെ ഒരു സ്റ്റോപ്പ് വന്ന് ആ ഫർണിച്ചർ നിൽക്കുന്നിടത്താണ്. ഞാനതിലൊരു കസേര കയറി ഇരുന്നിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചപ്പോൾ ആൾക്കാരൊക്കെ എന്നെ നോക്കി. ഞാൻ കുറച്ച് ഷൈ ആയി ഗൈസ്. ഇവിടെ എന്തോ ഒരു സാധനം അപ്പ് നോക്കാൻ പോയപ്പോഴത്തേക്ക് അമ്മ പരിചയമില്ലാത്ത പോലെ അങ്ങ് നടന്നു പോയി. കണ്ടാൽ പറയും ഒരേ വീട്ടിൽ നിന്ന് രണ്ടും വരുന്നതെന്നുള്ളത്. ഇന്നത്തെ പരിപാടിക്ക് എന്തോരം ആൾക്കാരെ വന്നേക്കുന്നത് നോക്ക്. അടുത്ത് പിന്നെ നമ്മൾ നേരെ ഫുഡ് കോർട്ടിലേക്കാണ് പോയത്. അവിടെ പിന്നെ തീരെ തിരക്കുണ്ടായിരുന്നില്ല. മറ്റൊന്നിനും ആകർഷിക്കാൻ കഴിയാൻ എന്തോ ഒന്നും ഇവിടെ ഉണ്ടായിരുന്നു. അമ്മ പിന്നെ നേരെ അങ്ങോട്ടേക്കാണ് പോയത്. ആ കാണുന്ന റൈഡൊക്കെ ഇല്ലേ, അതിൽ ഞാൻ കയറണം എന്ന് പറഞ്ഞപ്പോൾ പോകുന്ന പോക്കാ ഇത്. കേട്ട ഭാവം ഉണ്ടോ നോക്കണേ. പക്ഷെ ഞാൻ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആണെങ്കിലും പിന്നെ പബ്ലിക്കിൻ്റെ മുന്നിൽ വീഡിയോ എടുത്തപ്പോൾ ഞാൻ കുറച്ച് ഷൈ ആയി ഗൈസ്. പിന്നെ മറ്റൊന്നിനും ആകർഷിക്കാൻ കഴിഞ്ഞ എന്തോ ഒന്ന് അമ്മ ഇവിടെ ആകർഷിച്ചു. അങ്ങനെ 100 രൂപ പോലെ 10 രൂപയുടെ 2 സോപ്പ് കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പൂനെ അതിലേക്ക് കയറ്റി. എന്തൊക്കെയോ രാജതന്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് കയറ്റി വിട്ടതാ. പട്ടും പാവമൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് സാധനം കൊണ്ടുപോയി ഒരു വണ്ടി വിളിക്കേണ്ടി വരുമെന്ന്. പക്ഷേ കാരണവന്മാരുടെ പുണ്യം കൊണ്ട് ഒരു എണ്ണം പോലും ആ ടേബിളിലോട്ട് വീണില്ല. അങ്ങനെ മതി ഇനി 2 എൻ്റെ വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞ് വീഡിയോ എടുപ്പിച്ചതാണ്. പക്ഷേ പബ്ലിക്കിൻ്റെ മുന്നേ പിന്നെയും ഞാൻ ഷൈ ആയി ഗൈസ്. ഇതിലൊന്നും തളർത്താൻ പറ്റൂല എന്ന് പറഞ്ഞ് പിന്നെയും പൈസ കൊടുത്ത് സാധനം വാങ്ങിച്ചു. ഇത്തവണ വീണ്ടും എന്തൊക്കെയോ വലിയ രാജതന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തതാണ്. പക്ഷെ ആദ്യം തന്നെ അവൻ എനിക്കങ്ങ് തന്നു. പക്ഷെ എനിക്ക് കിട്ടേണ്ടതായിരുന്നു ഗൈസ്, നിങ്ങൾ തന്നെ നോക്ക്. പക്ഷെ ഭാഗ്യമില്ല, അല്ലാണ്ട് ഇപ്പം എന്താ പറയുക. പക്ഷെ ഇവന് സ്കില്ലില്ലാത്തതുകൊണ്ടായിരുന്നു. ഇത് കിട്ടിയെന്ന് പറഞ്ഞ് തന്നെ തുള്ളിച്ചാടിയതാ. പക്ഷെ കിട്ടിയില്ലായിരുന്നു, ജസ്റ്റ് മിസ്സിന് പോയി. അവന് കുറച്ച് സ്കില്ലുണ്ട്. പിന്നെ അടുത്ത് നമ്മൾ പിന്നെയും കുറച്ച് വീഡിയോ ഒക്കെ അവനെ കൊണ്ട് എടുപ്പിച്ചിട്ട് ടാറ്റ ബൈ ബൈ പറഞ്ഞിങ്ങ് പോയി.